ഹലോ എവരി വൺ വെൽക്കം ടു സൂപ്പർ ട്യൂട്ടർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ച് ടീച്ചേഴ്സിന് എങ്ങനെ റെസ്യൂമേ ഉണ്ടാക്കാവുന്നതാണ്. മാത്രമല്ല ഇത് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേ. സോ നമുക്ക് തുടങ്ങിയാൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വേർഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇതിൽ 3 പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾ യൂഷ്വലി എടുക്കാറ്. പിന്നെ താഴേക്ക് നിങ്ങൾ പോകുമ്പോൾ ഇവിടെ സെർച്ച് ഫോർ ഓൺലൈൻ ടെംപ്ലേറ്റ്സ് എന്നാണ്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെസ്യൂമേന്ന് അടിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് തൗസൻഡ്സ് ഓഫ് ഓൺലൈൻ ടെംപ്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഏതും ഇഷ്ടമുള്ളതും എടുക്കാം. നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത് ATS ഫ്രണ്ട്ലി ആണോ എന്നാണ്. ഞാൻ ജസ്റ്റ് ഇതാണ് എടുക്കുന്നത്, ATS ഗോൾഡ് ക്ലാസിക് റെസ്യൂമേ. ഇത് ATS ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ആയി വന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിൽസും കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സാമ്പിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത സാമ്പിൾ. ഇവിടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ജലി എന്ന് പറഞ്ഞ നെയിം യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ബിൽഡ് ചെയ്തേക്കുന്നത്. നമുക്ക് വലിയ കടന്നാലും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ടത് ATS എന്താണെന്നാണ്. സോ ഇതറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടി പറയാണ്. ATS എന്ന് പറഞ്ഞാൽ ആപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും സ്കൂൾസ് ആയാലും നിങ്ങളുടെ എല്ലാവരുടെയും റെസ്യൂംസ് അവർ സ്ക്രീൻ ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് മാത്രമേ നിങ്ങൾ HR ആയാലും നിങ്ങൾ ആരാണോ ഹയർ ചെയ്യുന്നത് അവരുടെ അടുത്തേക്ക് പോകത്തുള്ളൂ. സോ നിങ്ങൾ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോമാറ്റ് അല്ല യൂസ് ചെയ്ത്, ATS ഫ്രണ്ട്ലി അല്ല കീവേഡ്സ് അല്ല, നിങ്ങൾ ഫോണ്ട് അല്ല, ഫോണ്ട് സൈസ് അല്ല, എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു റിയൽ പേഴ്സൺ ഇത് കാണുക പോലും ഇല്ല. ആ സോഫ്റ്റ്വെയർ തന്നെ ഡയറക്റ്റ്ലി നിങ്ങളെ റിജക്ട് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ഉണ്ടാക്കുന്ന റെസ്യൂമേ ATS ഫ്രണ്ട്ലി ആണോ എന്ന് ആദ്യം തന്നെ നോക്കുക. പിന്നെ നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഫോണ്ട്. ഏതൊക്കെ ഫോണ്ട് ATS ഫ്രണ്ട്ലി ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടൈംസ് ന്യൂ റോമൻ യൂസ് ചെയ്യാം, ജോർജിയ യൂസ് ചെയ്യാം, ഏരിയൽ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് കാലിബ്ര യൂസ് ചെയ്യാം. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഏരിയലാണ്. അതേപോലെ നിങ്ങൾ ഫോണ്ടിൻ്റെ സൈസും നോക്കണം. എപ്പോഴും നെയിം ആയിരിക്കണം ഏറ്റവും വലുത്, അതിനുശേഷം ഇങ്ങനത്തെ ഹെഡിങ്സ്, പിന്നെ നിങ്ങൾക്ക് ബോഡി കൊടുക്കാം. അതേപോലെ നെയിമും ഹെഡിങ്സും ബോൾഡിൽ കൊടുക്കാം, പക്ഷെ ഒരിക്കലും നിങ്ങളെ ബോഡി ബോൾഡിൽ കൊടുക്കരുത്. ഓക്കെ, നിങ്ങളുടെ ബോഡി ബോൾഡിൽ കൊടുക്കരുത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു സൈസ് ലിമിറ്റ് ഞാൻ പറഞ്ഞുതരാം. സോ നെയിം ആണെങ്കിൽ 18-24 നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു ഹെഡിങ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 14-16 റേഞ്ച് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ബോഡി ആണെങ്കിൽ അതിന് 10-12 കൊടുക്കാം. ഇല്ല മെയിനായിട്ട് കാര്യം എന്ന് വെച്ചാൽ നെയിമിൻ്റെത് കഴിഞ്ഞിട്ടേ ഹെഡിങ് വരാവൂ, ഹെഡിങ് കഴിഞ്ഞിട്ട് ബോഡീൻ്റെ സൈസ് വരാവൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ഫോമാറ്റ് ഓൾമോസ്റ്റ് റെഡി ആയി കഴിയും. പിന്നെ നിങ്ങളിത് എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് നോക്കണം. സോ ആദ്യം തന്നെ നെയിം കൊടുക്കുക, നിങ്ങൾ ഫുൾ നെയിം കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ എവിടെയാണ് വരുന്നത്, അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ മെയിൽ ID, നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ടീച്ചേഴ്സ് ആൻഡ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉള്ളത് എത്രയും നല്ലതാണ്. സോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ അതിൻ്റെ ലിങ്ക് ഒന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഉണ്ടാക്കുക. നെക്സ്റ്റ് വരുന്ന ഹെഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മറിയാണ്. പ്രൊഫഷണൽ സമ്മറി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ജസ്റ്റ് എ സമ്മറി. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ച് നിങ്ങൾ 3-4 ലൈൻസും നിങ്ങൾ പറയാം. ഇത് കേൾക്കുമ്പം ഇൻ്റർവ്യൂ നിങ്ങളെ ഇംപ്രസ്ഡ് ആവുന്ന രീതിയിൽ, നിങ്ങളെ സെലക്ട് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളെ തന്നെ പറയാൻ. അപ്പോൾ ഒരു 3-4 ലൈൻസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമ്മറൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന രീതിയിൽ വേണം. അപ്പോൾ ഞാനിവിടെ പറയുകയാണ്, എൻ്റെ എക്സ്പീരിയൻസ് 5+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് CBSE കരിക്കുലറിൽ. ഞാൻ സ്കിൽഡ് ആയിട്ടുള്ളത് ഈ കാര്യങ്ങളിലാണ്: ലെസൺ പ്ലാനിങ്, ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ഇൻ്റഗ്രേറ്റീവ് മീറ്റർ ടൂൾസ്. അതിനുശേഷം എൻ്റെ എബിലിറ്റി, ഞാൻ പ്രൂവൺ എബിലിറ്റി ഉണ്ട് ഏതൊക്കെ: സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യാൻ, പെർഫോമൻസ് വിത്ത് പ്രാക്ടിക്കൽ ആൻഡ് ടെക് ഡ്രിവൻ ടീച്ചിങ് സ്ട്രാറ്റജീസ്. ഇതൊക്കെ എനിക്ക് ഓൾറെഡി എബിലിറ്റി ഉണ്ടെന്നും ഞാൻ കാണിക്കുന്നുണ്ട്. സോ അത് നല്ലൊരു സമ്മറി ആയിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എക്സ്പീരിയൻസ് പറയാം. സോ ഈ എക്സ്പീരിയൻസ് എപ്പോഴും നിങ്ങളെ ജോബ് റിലവൻ്റ് ആയിരിക്കും. നിങ്ങളിപ്പോൾ ടീച്ചിങ് ഫീൽഡിലേക്ക് കയറുന്ന ഒരു ടീച്ചറാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരിക്കണം, അതിന് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. സോ ഇപ്പം നിങ്ങൾ പ്രസൻ്റ്ലി ചെയ്യുന്ന വെച്ച് വേണം നിങ്ങൾ കൊടുക്കാൻ ആദ്യം. ഇത് ഞാൻ ഹൈസ്കൂൾ സയൻസ് ടീച്ചറാണ്, ഞാൻ ഈ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ. അതേപോലെ തന്നെ ഞാൻ ഏതൊക്കെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നു, ഞാൻ ഏതൊക്കെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നുണ്ട്, ഏത് ഗ്രേഡിനാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ഏത് സിലബസ് ആണ്, അതേപോലെ എനിക്ക് എന്തൊക്കെ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ അവരെ ഞാൻ പഠിപ്പിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആരാണെന്ന് ഒരു 2-3 പോയിന്റ്സ് എടുത്ത് നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്ത് എടുക്കുക. നിങ്ങൾ എന്തൊക്കെ അവിടെ ഒരു സ്കൂൾ ചെയ്തു,
സോ ഇത്രയും നടന്നു കഴിയുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾ ഇത്രയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ രീതിയിൽ വേണം നിങ്ങൾ അവിടെ എടുക്കാൻ. അതിനുശേഷം ഞാൻ അതിന് തൊട്ട് മുന്നേ ഞാൻ എന്താ റിലവൻറ്റ് ടു ദ ജോബ്, ഓക്കെ, ആ ടീച്ചിങ് റിലേറ്റഡ് സാധനങ്ങൾ മാത്രമാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട്. അപ്പോൾ അസിസ്റ്റന്റ് ടീച്ചർ ആവുക നിങ്ങൾക്ക് എന്തൊക്കെ വേണം, അപ്പം അസിസ്റ്റന്റ് ടീച്ചറായിട്ട് നിങ്ങൾ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ പറയേണ്ടത്. ഇത്ര നാൾ ഏത് കാലഘട്ടത്തിൽ നിങ്ങളത് ചെയ്തു അതൊക്കെ നിങ്ങൾ പറയുക. അതിനുശേഷം നിങ്ങൾ പറയേണ്ട എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷനിൽ നിങ്ങൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും റെലവൻറ്റ് ടു ദ ജോബ്. നിങ്ങളിപ്പം ടീച്ചറാവാൻ പോകുമ്പോൾ നിങ്ങൾ BEdും BScയും ആണ് പറയേണ്ടത്. അതിനുശേഷം മാത്രം നിങ്ങളുടെ ഹൈസ്കൂൾ സ്റ്റഡീസിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ മതി. സോ ഞാൻ BEd ഇൻ ഫിസിക്കൽ സയൻസ് ചെയ്തു, അത് ഏത് ഇയർ, അതേപോലെ ഞാൻ BSc കെമിസ്ട്രി ചെയ്തു, അതെവിടെ, ഞാൻ ഏത് ഇയർ പഠിച്ചു, അതൊക്കെ പറയാം. പിന്നെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസും ആണെങ്കിലും നിങ്ങളുടെ ജോബ് റിലവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ടീച്ചർ ആവാൻ നിങ്ങളിൽ ഏതൊക്കെ സ്കിൽസ് എബിലിറ്റീസ് ആണുള്ളത്, ഈ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് കണ്ടു വേണം അവർ ഇംപ്രസ്ഡ് ആവാൻ. സോ ആ ഒരു രീതിയിൽ നിങ്ങളത് എഴുതുക. ഗൂഗിൾ മീറ്റ് അറിയാം, ഗൂഗിൾ ക്ലാസ് റൂം അറിയാം, ക്ലാസ് റൂം മാനേജ്മെന്റ് ഉണ്ട്, ലെസൺ പ്ലാനിങ് ഉണ്ട്, PPTs ഉണ്ട്, ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്, അങ്ങനത്തെ ഇവരെല്ലാം നിങ്ങൾക്കുള്ള സ്കിൽസ്. കാരണം ഈ ഒരു ഒറ്റ സ്കില്ല് കാരണമായിരിക്കും നിങ്ങൾ വേറൊരു കാൻഡിഡേറ്റിനെ തോൽപ്പിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു പൊസിഷൻ കിട്ടുന്നത് ഇവിടെ കൊടുത്തുന്ന ഏതെങ്കിലും ഒരു സ്കില്ലായിരിക്കും. സോ അങ്ങനത്തെ രീതിയിൽ നിങ്ങളത് ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾക്കുള്ള സ്കിൽസ് നല്ലതുപോലെ ഫോർട്രേറ്റ് ചെയ്യുക. അതിനുശേഷം സർട്ടിഫിക്കറ്റ്സ് ആണുള്ളത്. നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്കുണ്ടോ അതെല്ലാം നിങ്ങൾക്കൂടെ മെൻഷൻ ചെയ്യാം. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇതിപ്പോൾ 1 പേജ് ആയിട്ടുള്ള ഒരു റെസ്യൂമെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ഒരുപാട് പേജ് ഉണ്ടാവണമെന്നില്ല. കാരണം നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ കുറഞ്ഞ സെക്കൻഡ്സിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഫോർമാറ്റിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. വളരെ ഷോർട്ടായിട്ട് ഉണ്ടാക്കിയാൽ തനക്ക് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ എന്തൊക്കെയാണെന്ന്. ആ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത്. സോ ഇത് ഭയങ്കര ആപ്റ്റായിട്ടാണ് ഉള്ളത്. ഈ ഒരു പേജ് തന്നെ ധാരാളമാണ്. ഓവറായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണെന്ന് അവർ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. സോ ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസ്യൂമെയാണ്. മാത്രമല്ല നിങ്ങൾക്കിത് വേർഡിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. സോ ഇത് നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഫയലിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സേവ് ആസ് കൊടുത്ത് സേവ് ചെയ്താൽ മാത്രം മതി. ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സേവ് ആയിട്ടുണ്ട്. ഇനി സേവ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ ഇത് അവൈലബിൾ ആണ്. സോ അത് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.